ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ തുർക്കിഷ് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുട്ടയോ ഓവനോ ഒന്നും ഇല്ലാതെ നമുക്ക് സാധാ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസി മെത്തേഡിൽ തുർക്കിഷ് ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം ഞാൻ അത്യാവശ്യം വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 3/4 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. പാൽ ഒഴിക്കുമ്പോൾ ചൂട് പാലോ അല്ല തണുത്ത പാലോ ഒഴിക്കരുത് കേട്ടോ. റൂം ടെമ്പറേച്ചർ ഇല്ല പാലാണ് ഒഴിക്കേണ്ടത്. ഇനി 1.5 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലും ഈസ്റ്റും പിന്നെ പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഈസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മൈദയാണ്. ഇതൊരു 3 കപ്പും 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ കറക്റ്റ് അളവ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഉറപ്പായിട്ടും കിട്ടും. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു ഡോ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ എത്ര കൂടുതൽ കുഴക്കുന്നു അത്ര സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ ബ്രെഡിന്. ഇനി ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കവർ ചെയ്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും മൂടി വെക്കണം. ഞാൻ 3 മണിക്കൂർ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്ര മണിക്കൂർ മൂടി വെക്കുന്നു അത്ര സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും. ഇത് കണ്ട നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റും കൂടി കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കണം. അത്യാവശ്യം വലിയ ബോൾ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് 8 ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് പരത്താൻ പറ്റും. പിന്നെ എനിക്ക് പരത്തുന്ന ബോർഡിനേക്കാളും ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ പരത്തുമ്പോൾ ആണ് ശരിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യത്തിന് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പം ഞാൻ എല്ലാം പരത്തിയെടുക്കാം. ഇത് മൊത്തത്തിൽ പരത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാന് നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ ഇതുപോലെ പൊങ്ങി വരുന്നുണ്ട്. ചെറിയ ചെറിയ പൊങ്ങി വരുത്ത്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് 1 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. പിന്നെ കുറച്ച് പൊങ്ങി വരാൻ തുടങ്ങുമ്പം വീണ്ടും മറിച്ചിടണം. ഇതുപോലെ അടിപൊളിയായിട്ട് പൊങ്ങി വരും. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ ഓപ്ഷനല്ലാന്ന് കേട്ടോ. പിന്നെ വേണ്ടത് മെൽറ്റഡ് ബട്ടറാണ്. ഞാനതൊരു 30 ഗ്രാം മെൽറ്റഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി തുർക്കിഷ് ബ്രെഡ് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു ബ്രെഡ് എടുക്കുക. അതിലേക്ക് മെൽറ്റഡ് ബട്ടർ തേച്ച് കൊടുക്കുക. മൊത്തത്തിൽ തേച്ചെടുക്കണം കേട്ടോ. കോർണറിലും മിഡിലും എല്ലാമായിട്ട് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ച മല്ലിയില എല്ലാ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കണം.
പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഓപ്ഷനല്ല എന്നിട്ടാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ എന്നിട്ട് ടേസ്റ്റും ഒരു രക്ഷയില്ല. ഭയങ്കര സോഫ്റ്റാണ്. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് തുർക്കിഷ് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ ഈസി റെസിപ്പീസുമായി ഇനി ഇൻഷാല്ലാ വീണ്ടും വരാം. അതുവരെയും അസ്സലാമു അലൈക്കും.